എന്താണ് റൊണോക്കിൽ സംഭവിച്ചത്? അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള യാത്ര ചരിത്രകാരന്മാർ ഇന്നും നടത്തുകയാണ്. അവരവിടെ ഒരു നേരം പോക്കിനായി ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് മണ്ണിൽ പുതഞ്ഞു കിടക്കുന്ന ചില കല്ലുകൾ അവരുടെ കണ്ണിൽപ്പെട്ടത്. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു: കൊല്ലപ്പെട്ടു, ചതി, 7 പേർ അവശേഷിച്ചു. എന്തായിരുന്നു ആ സംഭവം? ആ കല്ലുകൾക്ക് പറയാനുണ്ടായിരുന്നത് 117 പേരുടെ ഒരു കഥയായിരുന്നു. ചരിത്രം എപ്പോഴും അങ്ങനെയാണ്. അന്വേഷണത്തിനായി എന്തെങ്കിലും ചിലവ ബാക്കി വെക്കും. എലോന ഡെയർ എന്ന ബ്രിട്ടീഷുകാരി യുവതിയായിരുന്നു ആ കല്ലുകളിൽ അങ്ങനെ എഴുതി വെച്ചതെന്ന് ചില ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. അമേരിക്കൻ ചരിത്രത്തിലെ ഒരു നിഗൂഢത, അൺടോൾഡ് ഹിസ്റ്ററി, ഇന്ന് ഇവിടെ അനാവരണം ചെയ്യുകയാണ്. ആ കല്ലുകൾ പറഞ്ഞത് അപ്രത്യക്ഷമായ ഒരു കോളനിയെക്കുറിച്ചായിരുന്നു. റൊണോക്കിലെ അപ്രത്യക്ഷമായ കോളനി. 1930-ൽ അമേരിക്കയിലെ നോർത്ത് കരോലിനയിലൂടെ യാത്ര ചെയ്ത യാത്രികരാണ് ആ കല്ലുകൾ കണ്ടത്. ഏകദേശം 400 വർഷം മുമ്പുള്ള ഒരു നിഗൂഢതയുടെ ചുരുൾ ഇവിടെ നിവരുകയായിരുന്നു. 1587-ൽ എലിസബത്ത് രാജ്ഞിയുടെ പരിപൂർണ പിന്തുണയോടുകൂടി അമേരിക്കയിലെ നോർത്ത് കരോലിനയിലെ റൊണോക്ക് ദ്വീപിൽ ഒരു കോളനി സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും അടങ്ങുന്ന ആ സംഘത്തിൻ്റെ തലവനായിരുന്നു ഗവർണർ ജോൺ വൈറ്റ്. വൈറ്റും സംഘവും റൊണോക്കിലേക്കുള്ള ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു വിഭാഗം ബ്രിട്ടീഷുകാർ ഇത് ഏറ്റെടുത്ത് പരാജയപ്പെട്ടതായിരുന്നു. എങ്കിലും വൈറ്റിനോടുള്ള പരിപൂർണ വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു എലിസബത്ത് രാജ്ഞി ആ ദൗത്യം വൈറ്റിനെ വീണ്ടും ഏൽപ്പിച്ചത്. അമേരിക്കയിൽ ഒരു ബ്രിട്ടീഷ് കോളനി സെറ്റിൽ ചെയ്യാനായിരുന്നു ആ ഉത്തരവ്. അവിടുത്തെ തദ്ദേശവാസികളായ ആദിമ വർഗക്കാരുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അവർ അവിടെ ആ കോളനി സ്ഥാപിച്ചു. പക്ഷേ ഒരു ദുർഘട ഘട്ടം അവരെ അവിടെ കാത്തിരിക്കുകയായിരുന്നു. അവരുടെ കയ്യിലുള്ള വസ്തുക്കളെല്ലാം തീർന്നു. പട്ടിണിയിലേക്ക് അവർ എടുത്തെറിയപ്പെട്ടു. കോളനിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ വൈറ്റിന് ബ്രിട്ടനിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു. ആ കോളനിയുടെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു വൈറ്റിൻ്റെ ഈ മടക്കം. എത്രയും പെട്ടെന്ന് സാധനങ്ങൾ ലണ്ടനിൽ നിന്നും കൊണ്ടുവരാൻ പോയ വൈറ്റിന് ഉദ്ദേശിച്ചതുപോലെ തിരിച്ചു വരാൻ സാധിച്ചില്ല. 3 വർഷം കഴിഞ്ഞ് 1590-ൽ തിരിച്ചെത്തിയ അദ്ദേഹം കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു. ആ കോളനി തന്നെ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു മൽപ്പിടുത്തം നടന്നതിൻ്റെയോ ഒരു പോരാട്ടത്തിൻ്റെയോ യാതൊരു സൂചനകളും അവിടെ ഉണ്ടായിരുന്നില്ല. അസ്ഥിപഞ്ജരങ്ങളോ കബന്ധങ്ങളോ അവിടെ അവശേഷിച്ചിരുന്നില്ല. എന്താണ് റൊണോക്കിൽ സംഭവിച്ചത്? അമേരിക്കയുടെ ചരിത്രത്തിൽ ഇന്നും ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിൻ്റെ ഉത്തരം തേടിയുള്ള യാത്ര ചരിത്രകാരന്മാർ ഇന്നും നടത്തുകയാണ്. ഒരു മരുഭൂമി പോലെ കിടന്ന അവിടെ വൈറ്റ് ഒരു കാഴ്ച കണ്ടു. ഒരു മരത്തിൻ്റെ മുകളിൽ കുത്തിവെച്ചിരിക്കുന്ന ചില വാക്കുകളായിരുന്നു അത്. ആ മരത്തിൻ്റെ മുകളിൽ ക്രോട്ടൺ എന്നാണ് കൊത്തിവെച്ചിരുന്നത്. റൊണോക്കിന് തൊട്ടകലെയുള്ള മറ്റൊരു ദ്വീപായിരുന്നു ക്രോട്ടൺ. അവിടുത്തെ ആദിമ നിവാസികളെ വിളിച്ചിരുന്നതും ക്രോട്ടൻസ് എന്നായിരുന്നു. വൈറ്റ് ആ ദ്വീപിലേക്ക് അവരെ അന്വേഷിച്ചു പോവാൻ പുറപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര പകുതി വഴിയിൽ വെച്ച് മുടക്കപ്പെട്ടു. കാറ്റും കോളും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു അതിന് കാരണം. അദ്ദേഹത്തിൻ്റെ അന്വേഷണം പാതി വഴിയിൽ നിന്നതോടെ ആ 117 പേരുടെ ജീവിതം ഇന്നും ഒരു ദുരൂഹതയായി തുടരുന്നു. ഒന്നുകിൽ അവർ കോർട്ടൺ എന്ന ആ ആദിവാസി വിഭാഗവുമായി ലയിച്ചതാണെന്ന് കരുതപ്പെടുന്നു, അല്ലെങ്കിൽ അവർ കൊല്ലപ്പെട്ടിരിക്കാം. ഇതാണ് റൊണോക്കിൻ്റെ സ്റ്റോറി. ആധുനിക കാലത്ത് നടത്തിയ ചില DNA പരിശോധനകളിൽ വെള്ളക്കാരുമായി സാമ്യമുള്ള ആദിമ വിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്.
അതിൽ തന്നെ പ്രധാനമാണ് ക്രോട്ടൺ ദ്വീപിനടുത്തുള്ള ആദിമ വിഭാഗമായ ലുങ്കി എന്ന് പറയുന്ന ഒരു വിഭാഗം. ഈ ലുങ്കി എന്ന് പറയുന്ന ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട് വെള്ളക്കാരുടെ നിരവധി ട്രെയ്റ്റുകൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ചില DNA പഠനങ്ങൾ അറിയിക്കുന്നു. കൂടുതൽ അക്രമോത്സുകരായ ചില ആദിമ വിഭാഗങ്ങൾ ഇവരെ റൊണോക്കിൽ നിന്നും മറ്റു ദ്വീപിലേക്ക് തട്ടിക്കൊണ്ടുപോയി വധിച്ചതാവാമെന്നും കരുതുന്നവരുമുണ്ട്. എലോനോ ഡെയർ എഴുതിയതായി കരുതപ്പെടുന്ന ആ കല്ലിലെ അക്ഷരങ്ങളാണ് പലപ്പോഴായി ഈ അന്വേഷണത്തിന് കൂടുതൽ ആക്കം കൂട്ടാൻ കാരണമായത്. കേമന്മാരായ അമേരിക്കയ്ക്ക് പോലും കണ്ടെത്താൻ സാധിക്കാത്ത ചരിത്ര നിഗൂഢതകൾ ധാരാളമുണ്ട്. അൺടോൾഡ് ഹിസ്റ്ററി മലയാളം അത്തരം ചരിത്ര നിഗൂഢതയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ നിങ്ങൾ മടിക്കില്ലല്ലോ.